കേരളത്തിന്റെ സാംസ്കാരിക മുദ്രകളെല്ലാം അതേ തികവോടുകൂടി അവതരിപ്പിക്കപ്പെടുന്ന നാടാണ് ഗൾഫ് നാടുകൾ. അത് പള്ളികളിലെ ആഘോഷങ്ങളാണെങ്കിലും പൂരമാണെങ്കിലും തെയ്യമാണെങ്കിലും തിറയാണെങ്കിലും എല്ലാം അതേ തീവ്രതയോടുകൂടി മലയാളികൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും അവതരിപ്പിക്കും, പ്രത്യേകിച്ച് UAE-യിൽ. നമ്മൾ ഈ കാണുന്ന കാഴ്ച അജ്മാനിൽ നടന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവമാണ്. 11 വർഷത്തിലധികമായി ഇവിടെ പൊങ്കാല മഹോത്സവം നടക്കുന്നു. അതൊരു വലിയ അത്ഭുതം തന്നെ എന്ന് പറയാം. ഒരു ഗൾഫ് നാടുകളിൽ അറബ് രാജ്യത്താണ് ആറ്റുകാൽ പൊങ്കാല അതേ തികവോടുകൂടി മികവോടുകൂടി പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകളോടുകൂടി നടക്കുന്നത്. പതിമൂന്നാമത്തെ വർഷം നടക്കുന്ന ഈ ആറ്റുകാൽ പൊങ്കാല ചടങ്ങുകൾക്ക് വലിയ സവിശേഷതയുണ്ട്. ഇതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവർക്കും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും തന്നെ പൊങ്കാല ഇടാനുള്ള പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങൾ, അത് ഗ്യാസ്, അടുപ്പ്, പാത്രം, ആ പൊങ്കാല നിവേദ്യത്തിന് ആവശ്യമായിട്ടുള്ള അരി അടക്കമുള്ള സാധനങ്ങൾ എല്ലാം തന്നെ ആഘോഷ കമ്മിറ്റിയാണ് നൽകിയത്. ഏതാണ്ട് 75ഓളം പേരാണ് ഇവിടെ ഇന്ന് പൊങ്കാല ഇടാൻ എത്തിയത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അത് കാസർഗോഡ് മുതലുള്ള ആളുകൾ, തിരുവനന്തപുരം വരെയുള്ള ആളുകളുണ്ട്. സാധാരണയായി ആറ്റുകാലിൽ പോയി പൊങ്കാല ഇടുക എന്ന് പറയുന്നത് വടക്കൻ കേരളത്തിലുള്ള ആളുകൾക്ക് അത്രയ്ക്ക് എളുപ്പമാകില്ല. പക്ഷേ ഇവിടെ പൊങ്കാല ഇടാൻ എത്തിയവരിൽ വടക്ക് മുതൽ തെക്ക് വരെയുള്ള എല്ലാവരുമുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും പാലക്കാട് നിന്നും ഒക്കെയുള്ള ആളുകൾ പൊങ്കാല ഇടാൻ എത്തിയിരുന്നു. അവർക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി. അതിനു വേണ്ടിയിട്ട് പ്രത്യേക വനിതാ വിങ് തന്നെ മാസങ്ങളായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 9 വർഷമായിട്ട് ഞങ്ങൾ ഇതിന്റെ ഭാഗമാണ്. അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ വളരെ നല്ല രീതിയിൽ ഇൻഡിവിജ്വൽ പൊങ്കാല ആദ്യമായിട്ടാണ്. ഞങ്ങൾ 51 സ്ത്രീകളെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇതിപ്പോ ഓൾമോസ്റ്റ് 70-ന് മേലെ പോയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഇതിലും അധികം ഉഗ്രനായിട്ട് നമുക്ക് നടത്തണം. ഇപ്രാവശ്യം ഞങ്ങള് 51 പൊങ്കാലയെങ്കിലും ഇതുപോലെ ചെയ്യണമെന്ന് കരുതി തുടങ്ങിയതാണ്. അവസാനം ഇതിനുള്ള റിക്വസ്റ്റിന്റെ ഒരു ഘോഷയാത്ര ഓവർഫ്ലോ അവസാനം 75-ൽ കൊണ്ട് നിർത്തി. ഇന്നും ഇവിടെ വന്ന് കരഞ്ഞു പറഞ്ഞവരുണ്ട്, എങ്ങനെയെങ്കിലും ഞങ്ങളെ കൂടെ ചേർക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ അടുത്ത വർഷങ്ങളിൽ ഞങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ വിപുലമാക്കാനും കുറച്ചുകൂടി ആൾക്കാരെ ഇൻവോൾവ് ചെയ്യാനും പറ്റണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടുന്ന് പോകുന്ന ഓരോ ആൾക്കാരും നമ്മുടെ നാട്ടിൽ ആറ്റുകാൽ അമ്മയുടെ മുന്നിൽ പൊങ്കാലയിട്ട് അതേ തൃപ്തിയോടുകൂടി പോകാനായിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാല ചടങ്ങുകൾക്ക് ഇത്തവണ നേതൃത്വം നൽകിയത് ശബരിമലയിലെയും ഏറ്റുമാനൂരിലെയും മുൻ മേൽശാന്തിയായിട്ടുള്ള ഗോശാല വാസുദേവൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. എല്ലാവരും ഒരുമയോടുകൂടി അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. ആറ്റുകാലമ്മ പ്രവാസി സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വർഷങ്ങളായി പൊങ്കാല നടത്തി വരുന്നു. ഇവിടെ കാണുന്ന ജനക്കൂട്ടവും മറ്റ് എല്ലാ പൂജാകാര്യങ്ങളും അതേ അനന്തപുരിയിൽ നടക്കുന്ന അതേ മാതൃകയിൽ തന്നെയാണ് നടക്കുന്നത്. ഓരോ വർഷവും കൂടുതൽ തികവോടുകൂടി മികവോടുകൂടി പ്രാർത്ഥനാ നിർഭരമായി തന്നെ ഈ ചടങ്ങുകളൊക്കെ നടത്താൻ കഴിയുന്നതിൻ്റെ ആവേശവും സന്തോഷവും സംഘാടകർക്കുമുണ്ട്. ഒരു പൊങ്കാല കഴിഞ്ഞാൽ അടുത്ത പൊങ്കാലയിലേക്ക് എത്തുന്നത് വരെയുള്ള നാളുകൾ ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അത് ഇവിടെയുള്ള ഭരണകർത്താക്കളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ കൂടി അവർ എടുത്തു പറയുന്നുണ്ട്. ഈ 2025-ലെ പൊങ്കാല നിമിഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യമായ നിമിഷമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ മണ്ണിൽ ഒരു പൊങ്കാല ഇടുക എന്നുള്ളതാണ്. സ്വന്തമായിട്ട് എല്ലാ അമ്മമാരും സഹോദരിമാരും ആഗ്രഹിക്കുന്നത്. അത് ഇന്ന് ഞങ്ങൾക്ക് സാഫല്യമായി. അത് ഇവിടെ 75ഓളം പൊങ്കാല ഇവിടുത്തെ ഭരണാധികാരികളുടെയും എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഞങ്ങൾക്ക് ഇന്നിവിടെ അനുവാദം കിട്ടി. ഞങ്ങൾ ഈ ഇവിടെ വെച്ചിട്ട് 75ഓളം പൊങ്കാല ഇന്ന് അമ്മമാരും സഹോദരിമാരും ചേർന്ന് നടത്തി. ഓരോ വർഷവും ഗംഭീരമായിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത വർഷവും ഇതിലും ഗംഭീരമായിട്ട് നടത്താൻ ആറ്റുകാലമ്മ അനുഗ്രഹിക്കും. ഇതുവരെ നാട്ടിൽ പൊങ്കാല ഇടാൻ കഴിയാത്ത നിരവധി പേരുണ്ട്. പ്രവാസ ലോകത്തെത്തിയിട്ട് അവർക്ക് പൊങ്കാല ഇടാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു സവിശേഷതയും നിർവൃതിയുമായിട്ട് അവർ പങ്കുവെക്കുന്നുണ്ട്. കാരണം കാസർഗോഡോ അല്ലെങ്കിൽ കണ്ണൂരോ ഒക്കെയുള്ള ആളുകൾക്ക് ചക്കുളത്തുകാവിലോ ആറ്റുകാലിലോ പോയി പൊങ്കാല ഇടുന്നത് അത്രയ്ക്ക് എളുപ്പമല്ല. പക്ഷേ ഇവിടെ എത്തിയിട്ട് അവർക്ക് പൊങ്കാല ഇടാൻ കഴിയുന്നു. അതിൻ്റെ സന്തോഷവും അവർ പങ്കുവെക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നാട്ടിലിട്ടിട്ട് ഇത് വളരെ ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. വളരെ നാളുകളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടണം എന്നുള്ളത്. നമുക്ക് ഇവിടെ ആയത് കാരണം നാട്ടിൽ പോയി ഇടാൻ പറ്റാത്ത കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് വളരെ ഭാഗ്യമായിട്ടാണ്.
നാട്ടില് ആറ്റുകാല് പോയി പൊങ്കാല ഇട്ടിട്ടില്ല. ഇനി പോണമെന്നുണ്ട്. അവരുടെ പൊങ്കാല വരുമ്പോ നമ്മൾ ഇവിടെ ആയതുകൊണ്ട് പോകാൻ ഇതുവരെ പറ്റിയിട്ടില്ല. എപ്പോഴെങ്കിലും അമ്മ അനുഗ്രഹിച്ച അവിടെ പോയി പൊങ്കാല ഇടണം. വളരെ നന്നായിട്ടുണ്ട്. എല്ലാ വർഷവും ഇവിടെ പരിപാടിക്ക് വരാറുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഇവരിങ്ങനെ ഒരു അവസരം ഒരുക്കിയിരിക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും വന്ന് തൊഴുത് മെയിൻ പൊങ്കാല അടുത്തുനിന്ന് തൊഴുത് സമർപ്പിച്ചാ പോകുന്നത്. ഈ വർഷം ഇതിൽ സ്വന്തമായിട്ട് ഇടാൻ പറ്റി ഒത്തിരി സന്തോഷം. ഞാനും ആദ്യമായിട്ടാണ് ഇടുന്നത്. ഞങ്ങൾ കണ്ണൂരാണ്, എൻ്റെ വീട് കണ്ണൂരാണ്. ആദ്യമായിട്ടാണ് ഇതുപോലൊരു അനുഭവം. 2 ദിവസങ്ങളിലായാണ് പൊങ്കാല മഹോത്സവ ചടങ്ങുകൾ നടന്നത്. ഭഗവതി സേവയോട് കൂടിയിട്ട് ചടങ്ങുകൾ ആരംഭിക്കുന്നു. ഭജനും അതോടൊപ്പം തന്നെ വള്ളസദ്യയും ഒക്കെ ചേർന്നായിരുന്നു ആദ്യ ദിവസത്തെ ആഘോഷങ്ങൾ. മാത്രമല്ല ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ശബരിമല ഉത്സവത്തിന് സമാനമായിട്ടുള്ള ചടങ്ങുകളും ആദ്യ ദിവസം സംഘടിപ്പിച്ചു. രണ്ടാം ദിവസമായിരുന്നു പൊങ്കാല. അതോടൊപ്പം ഭജൻ മറ്റ് ചടങ്ങുകളെല്ലാം തന്നെ നടന്നു. വലിയ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലായിരുന്നു ചടങ്ങുകളൊക്കെ തന്നെ. അജ്മാൻ വിന്നേഴ്സ് ക്ലബ്ബാണ് വേദിയായത്. എങ്ങനെയുണ്ട് പൊങ്കാല ഇവിടെ? ആണോ? നാട്ടിൽ പൊങ്കാല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടായതുകൊണ്ട് കുറെ അറിയാൻ കിട്ടി, കാണാനും കിട്ടി ആദ്യമായിട്ട്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അമ്മ എല്ലാ വർഷവും പോകാറുണ്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക്. ഞാൻ ആദ്യമായിട്ടാണ്. ഭയങ്കര ദൈവ അനുഗ്രഹം തന്നെയാണ്. അമ്മേന്റെ ഒരു ശരിക്കും ഒരു അനുഗ്രഹം തന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ പൊങ്കാല അർപ്പിച്ച് മടങ്ങിപ്പോകുന്നവരുടെ മനസ്സ് പൂർണ്ണമായും പൊങ്കാല കലം പോലെ തന്നെ നിറഞ്ഞ് തുളുമ്പുന്നുണ്ട്. വിദേശത്തായിട്ട് പോലും പ്രവാസ ലോകത്തായിട്ട് പോലും ഇങ്ങനെ ഒരു ചടങ്ങ് അത് നടത്തി അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ നിർവൃതിയാണ് അവരുടെ മുഖത്ത് തെളിഞ്ഞത്.